മൊറോക്കോയിൽ നിന്നുള്ള ഈ ഹിജാബ് ധരിച്ച സുന്ദരിയെ കണ്ട് ചിലരെങ്കിലും ഇത് യഥാർത്ഥ മനുഷ്യനാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ആദ്യത്തെ മിസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കിരീടം നേടിയ മൊറോക്കോയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസർ കെൻസ ലെയ്ലിയാണിത്. കാസാബ്ലാങ്കയിലെ 40 വയസ്സുള്ള മറിയം ബെസ സൃഷ്ടിച്ച ഒരു AI ക്യാരക്ടർ മാത്രമാണ് കെൻസ ലെയ്ലി. ഫോണിക്സ് AIയുടെ CEO ആണ് ബെസ. മനുഷ്യർ പങ്കെടുത്ത സൗന്ദര്യ മത്സരങ്ങൾ നാം ഒത്തിരി കണ്ടിട്ടുണ്ട്. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി ലോകത്ത് തന്നെ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട ഇവന്റായിരുന്നു ഇത്. ഇൻസ്റ്റഗ്രാം പേജിൽ 1,94,000 ഫോളോവേഴ്സുള്ള കെൻസ ലെയ്ലിക്ക് 16 ലക്ഷത്തോളം രൂപയാണ് സമ്മാനത്തുകയായി ലഭിച്ചത്. എന്നാൽ ഈ പണം ലെയ്ലിയെ സൃഷ്ടിച്ച ബെസയ്ക്ക് ലഭിക്കും. മനുഷ്യരെ മാറ്റി സ്ഥാപിക്കുകയല്ല തന്റെ ലക്ഷ്യമെന്നും മനുഷ്യരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുകയാണെന്നും AI കെൻസ ലെയ്ലി പ്രതികരിച്ചു. മത്സരത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും വിജയികൾ യഥാക്രമം ഫ്രാൻസിൽ നിന്നുള്ള ലാലിനയും പോർച്ചുഗലിൽ നിന്നുള്ള ഒലീവിയ സിയുമായിരുന്നു. എന്നാൽ 1500-ലധികം കമ്പ്യൂട്ടറൈസ്ഡ് മത്സരാർത്ഥികളെ തോൽപ്പിച്ചാണ് കെൻസ ലെയ്ലി ഈ കിരീടം സ്വന്തമാക്കിയത്. മത്സരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള AI ജനറേറ്റഡ് മോഡൽ സാറ ഷത്വരിയും പങ്കെടുത്തിരുന്നു. 10 ഫൈനലിസ്റ്റുകളുടെ പട്ടികയിൽ സാറ ഇടം നേടുകയും ചെയ്തതാണ്. രാഹുൽ ചൗധരിയാണ് AI സാറ ഷത്വരിയെ സൃഷ്ടിച്ചത്. ഫാൻവ്യൂ വേൾഡ് AI ക്രിയേറ്റർ അവാർഡുകൾ ഏപ്രിലിലാണ് കമ്മീഷൻ ചെയ്തത്. ഇത് ലോകമെമ്പാടുമുള്ള AI സൃഷ്ടാക്കളെ അവരുടെ പ്രോഗ്രാമിംഗ് വൈദഗ്ധ്യം പ്രദർശിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നതാണ്. അതേസമയം മനുഷ്യരെ പോലെ തനിക്ക് വികാരങ്ങൾ അനുഭവപ്പെടുന്നില്ല എങ്കിലും വിജയത്തിൽ താൻ ആവേശത്തിലാണ് എന്ന് ദി പോസ്റ്റുമായുള്ള ഒരു അഭിമുഖത്തിൽ ലെയ്ലി തന്റെ അസാധാരണമായ നേട്ടത്തോട് പ്രതികരിച്ചു. സാങ്കേതികവിദ്യ, സോഷ്യൽ മീഡിയ എന്നിവയിൽ മികവ് പുലർത്തിയ AI അക്കൗണ്ടുകളിൽ നിന്നും ആദ്യ 10 ഫൈനലിസ്റ്റുകൾ മത്സരത്തിൽ ഇടം നേടിയിരുന്നു. അവരിൽ നിന്നും അവസാന റൗണ്ട് വരെ എത്തിയ 3 പേരിൽ നിന്നും വിജയിയെ തെരഞ്ഞെടുത്തത് ഹ്യൂമൻ, AI മത്സര വിദഗ്ധർ തുടങ്ങിയവരടങ്ങുന്ന ഒരു ജഡ്ജിമാരുടെ പാനലാണ്.